എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സ്തോത്രം. സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും ഏതു നേരത്ത് പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുവാൻ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ജനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രാർത്ഥനയുടെ ഏക ലക്ഷ്യം ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എഫേസ്യ സഭയോട്, വിശുദ്ധന്മാരോട്, ദൈവജനത്തോട് പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. എന്തിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ദൈവസഭ ആത്മാവിൽ വളരുവാൻ, ദൈവസഭയിൽ ദൈവ മക്കളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശക്തിയോടെ വെളിപ്പെടുവാൻ തക്കവണ്ണം, അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെടുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുവാൻ, ആത്മാവിലുള്ള ഒരു വെളിപ്പാട്, അതിനുവേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്നും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ അതിൻ്റെ ആഴവും നീളവും ഉയരവും വീതിയും എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിജ്ഞാനത്തിൽ കഴിയുന്ന ആ ദൈവ വചനം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മകളാൽ കർത്താവ് നമ്മെ നിറയ്ക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വിളിച്ച് അറിയിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസഭ, സ്തോത്രം, ഉണർത്തപ്പെടുവാൻ, ദൈവജനം ആത്മാവിൽ ബലം പ്രാപിപ്പാൻ, ദൈവമക്കള് ആത്മനിറവോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അവർ ആത്മീയമായി വളർച്ച പ്രാപിപ്പാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലും നാം കാണുന്നു പൗലോസ് പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്കും നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ദൈവഭക്തന്റെ പ്രാർത്ഥന, ദൈവമക്കൾ ആത്മാവിൽ നിറയണം, പരിജ്ഞാനത്തിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ ദൈവജനം ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് മുന്നിട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ സഭ വളരുവാനിടയായിത്തീരും. ആത്മീയ വളർച്ച സഭയിൽ ഉണ്ടാകുവാനിടയായിത്തീരും. സ്തോത്രം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ഒരു ദൈവകൃപ നമ്മളിൽ വ്യാപരിപ്പാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകലവിധമായ പോരിന്റെ ആയുധങ്ങളും ഹല്ലേലൂയ നീങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണെന്ന് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഈ നാളുകളിൽ നമ്മൾ പോരാടുന്നത് ആരോടാണെന്ന് മനസ്സിലാക്കി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടത്രേ എന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ ഒരു ആത്മീയ വളർച്ച ദൈവമക്കള് പ്രാപിക്കുമ്പോൾ, അതിനുവേണ്ടി സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സഭയ്ക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കൺമഷവും മാറി ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സകല മതിലുകളും ഇടിഞ്ഞു മാറും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ തയ്യാറായാൽ ഹല്ലേലൂയ ഇരുമ്പ് ചങ്ങലകള് അത് പൊട്ടി മാറുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എരിഹോവിന്റെ മതിലുകള് ഇടിയുവാൻ കാരണം ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനയും ആരാധനയുമായിരുന്നു. അവർ എരിഹോവിന്റെ മതിലിനെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ, അവർ കാഹളമൂതിയപ്പോൾ, അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞു താഴ്ന്നു പോകുവാൻ ഇടയായതുപോലെ ഈ നാളുകളിൽ നാം പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര ഉയർന്ന മഹാപർവ്വതമായാലും അതിനെ തകർച്ചു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ശക്തമായി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മളെ 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ സകല പ്രാർത്ഥനയാലും പ്രൈസ് ദി ലോർഡ് അപേക്ഷയാലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് കാണിക്കുമ്പോൾ ആശ ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ആശ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. അതെ, പ്രതിസന്ധിയുടെ മധ്യേ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഭക്തനായ ഒരു ആസരാജാവിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രതിസന്ധി എന്താണെന്നതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. തനിക്ക് എതിരായി കടന്നു വരുന്ന കൂശ്യനായ സേരക് 10 ലക്ഷം പടയാളികളുമായി 300 രഥങ്ങളുമായി യഹൂദ രാജ്യത്തിന് നേരെ കടന്നു വരുമ്പോൾ സൈന്യ ബലത്തിൽ ശക്തി കുറഞ്ഞ യഹൂദ രാജ്യത്തിന് അവരെ നേരിടുവാൻ കായിക ബലത്തിനോ സൈന്യ ബലത്തിനോ കഴിയാതെ നിൽക്കുമ്പോൾ താൻ ഓടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇന്ന് പൽക്കാലം ദൈവജനത്തിന്റെ മുമ്പിൽ ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ ദൈവസഭ ഒരുമനപ്പെട്ട് സ്വർഗത്തിലെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന്റെ അത്ഭുതത്തിന്റെ കരം അവിടെ ഇറങ്ങി വരും.
അത് വളരെ പെട്ടെന്നായിരിക്കുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആസാ തന്റെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. സ്തോത്രം. ഒരു രാജാവാണ്, തനിക്ക് മറ്റൊന്നിനും ആശ്രയിപ്പാനില്ല. താൻ ദൈവവചന പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന യഹൂദ രാജാവാണ്. സ്തോത്രം. തൻ്റെ ഭരണത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ ദൈവവചനപ്രകാരം, ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം ദൈവത്തെ ആരാധിച്ചപ്പോൾ, തൻ്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തപ്പോൾ, ഹല്ലേലൂയ, പ്രതിസന്ധി തനിക്ക് നേരെ ആഞ്ഞടിച്ച കാലഘട്ടത്തിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. സ്തോത്രം. 10 ലക്ഷം ആൾക്കാരെ തോൽപ്പിക്കുവാൻ 5,80,000 പടയാളികൾക്ക് സാധ്യമല്ലാതെ എന്ന് താൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തനിക്കോടി അണയുവാൻ ഇന്ന് പൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കോടി എത്തുവാൻ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഉയർന്ന പ്രതിസന്ധികളിൽ നമുക്കോടി അടുത്തു വരുവാൻ നമ്മുടെ അരുമനാഥൻ മാത്രമേ ഉള്ളൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് പൽക്കാലം നമ്മുടെ കണ്ണുകൾ ഉയർത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ അവന്റെ അദൃശ്യകരം ഹല്ലേലൂയ ഇന്ന് പൽക്കാലം നമ്മുടെ ഇടയിലും വ്യാപരിപ്പാനിടയാകും. നീ തരണം ചെയ്യുവാൻ കഴിയാത്ത എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ സ്നേഹിക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ ആത്മാവിൽ ആരാധിക്കുന്ന നിന്റെ ദൈവമുണ്ടല്ലോ, അവൻ നിനക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് ഏത് രോഗമായാലും, എത്ര വലിയ പ്രതിസന്ധി ആയാലും, സ്തോത്രം, ഡോക്ടർമാർക്ക് സഹായിപ്പാൻ കഴിയാത്ത രോഗബന്ധനങ്ങളായാലും, ഹല്ലേലൂയ, നിന്റെ ചാർച്ചക്കാർക്ക് ഇടപെടുവാൻ കഴിയാത്ത വിഷയമായാലും, നിന്റെ കുടുംബത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത ഹല്ലേലൂയ പ്രതിസന്ധിയിലും നിന്നെ സഹായിപ്പാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഒരു കാര്യം, നീ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ തയ്യാറായ ഇന്ന് പൽക്കാലം ദൈവവചനം നമ്മോട് പറയുകയാണ്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മകളാ ഹല്ലേലൂയ നമ്മെ നിറപ്പാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ, ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, ഹല്ലേലൂയ, നാം ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടു കൂടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം നൽകും. അവൻ നമ്മെ ശക്തീകരിക്കും. അവന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. 102ാമത്തെ കൺവെൻഷൻ, ഹല്ലേലൂയ, സ്തോത്രം, 2026 ആ പ്രാരംഭ മാസത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരും. അനേക ജീവിതങ്ങൾ വിടിവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അനേകരും മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത ശക്തി അനേക കുടുംബങ്ങളിൽ ഹല്ലേലൂയ അത് വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ദൈവം അവന് ജയം നൽകി. സേറഹിന് പരാജയപ്പെടുത്തുവാൻ ആസയ്ക്ക് കഴിയാതെ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഒറ്റ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള അപേക്ഷയാണ്. നാം പലപ്പോഴും ദൈവത്തോട് അപേക്ഷിപ്പാൻ കഴിയാതെ ലോകവൈദ്യന്മാരിലും ലോകത്തിലും മറ്റുള്ളവരിലും ആശ്രയിക്കുമ്പോൾ ഇന്ന് പൽക്കാലം ദൈവവചനം നമ്മെ വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. അസാധ്യമായ യഹോവയിൽ ആശ്രയിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കേണ്ടതിന് ആത്മാവിൽ ജാഗരിപ്പാൻ നാം തയ്യാറായ. സ്തോത്രം. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ നീറുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നമ്മെ നടത്തിയ ഒരു ദൈവമില്ലേ? സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ പലരും മറന്ന് കടന്നുപോയ സാഹചര്യത്തിൽ മറക്കാത്തവനായ നമ്മുടെ അരുമനാഥൻ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രേമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമെന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആസയ്ക്ക് ദൈവം അവിടെ ജയം നൽകി. 10 ലക്ഷം പടയാളികളെയും യഹൂദരും ആശയം തോൽപ്പിച്ച് അവരെ നിർമൂലമാക്കി കളഞ്ഞു.
വലിയ വിജയം, അപ്രതീക്ഷിതമായ വിജയം. കാരണം ഒന്ന്, താൻ യഹോവയുടെ ന്യായപ്രമാണത്തെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽപ്പാൻ തയ്യാറായി. മൂന്ന്, ദൈവത്തോട് പ്രശ്നങ്ങളുടെ മധ്യേ സ്തോത്രം പ്രാർത്ഥിപ്പാൻ തയ്യാറായി, ദൈവത്തോട് അപേക്ഷിപ്പാൻ തയ്യാറായി. അങ്ങനെ സ്തോത്രം അതിൻ്റെ 15-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവൻ എല്ലാ യഹൂദരെയും ബെന്യാമീന്യരെയും എഫ്രൈമിൽ നിന്നും മനശ്ശയിൽ നിന്നും ശിമയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്ന് പാർക്കുന്നവരെയും കൂട്ടുവരുത്തി. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. നോക്കേ, ഇങ്ങനെ അവർ ഒന്നുകൂടെ വായിച്ചാട്. പിന്നെ അവൻ എല്ലാ യഹൂദരെയും ബെന്യാമീന്യരെയും എഫ്രൈമിൽ നിന്നും മനശ്ശയിൽ നിന്നും ശിമയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്ന് പാർക്കുന്നവരെയും കൂട്ടി വരുത്തി. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട്. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. ഇസ്രായേലിൽ നിന്ന് അനേകം പേർ അവനോട് കൂടെ വന്ന് ചേർന്നു. നമുക്കറിയാം, യഹൂദയും ഇസ്രായേലും രണ്ട് രാജ്യമാണ്. ഒരിക്കൽ ഇസ്രായേൽ എന്ന് മാത്രം അറിയപ്പെട്ട ദാവീദ്, ശലോമോൻ, രെഹബ്യാം, ഈ 3 രാജാക്കന്മാരുടെ കാലത്ത് ഒറ്റ രാജ്യമായിരുന്നത്. രെഹബ്യാം ദൈവകൃപ വിട്ട് പോയതിന്റെ ഫലമായി രാജ്യം വിഭാഗിക്കപ്പെട്ടു. ദാവീദിന്റെ കൊച്ചുമകനായ രെഹബ്യാമിന് ശേഷം വന്ന രാജാക്കന്മാർക്ക് ലഭിച്ചത് 2 ഗോത്രങ്ങളാണ്. ചെറിയൊരു രാജ്യം, സൈന്യബലം കുറവ്, ആൾബലം കുറവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ദൈവത്തെ മറുതലിച്ച് വിഗ്രഹങ്ങളെ സേവിപ്പാൻ അവര് പുറപ്പെടുമ്പോൾ ഇവിടെ ആശയും തന്നോടുകൂടെയുള്ള ജനം ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ ജീവിത പ്രതിസന്ധിയുടെ മധ്യേ സ്വർഗത്തിലേക്ക് അവരുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഹാവിജയം അവർക്ക് നൽകി. അത് കണ്ട അനേകര് ഇസ്രായേലിൽ നിന്നും ആശയോടുകൂടെ ചേർന്ന് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ഉപവാസത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അനേകമായ അത്ഭുതങ്ങൾ ജാതികളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ നമ്മോട് കൂടെ വരുവാനിടയായിത്തീരും. ഇന്ന് പൽക്കാലം ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസത്തിന്റെ കുറവാണ്, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ കുറവാണ് പല അത്ഭുതങ്ങളും നടക്കാതെ പോകുന്നത്. ഇന്ന് പൽക്കാലം ദൈവമക്കള് ഹല്ലേലൂയ മടങ്ങി വന്ന് ദൈവത്തിലേക്ക് അവരുടെ കണ്ണുകൾ ഉയർത്തുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഈ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ, നീ ഏകനായി നിന്ന് പൊരുതുമ്പോൾ, നിന്നോട് കൂടെ ആരുമില്ലാതെ നിൽക്കുമ്പോൾ നീ ദൈവസന്നിധി കരഞ്ഞാ മതി. അവൻ നിനക്ക് വേണ്ടി കരുന്ന ദൈവമാ. അവൻ നിങ്ങൾക്കായി കരുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന ദൈവവചനം ഇന്ന് പൽക്കാലം ആ ബലത്തോടെ നമ്മൾ മടങ്ങിപ്പോവുക. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിശുദ്ധ ജീവിതത്തോടുകൂടെ ദൈവസന്നിധി നിൽപ്പാൻ പ്രാർത്ഥനയോടുകൂടെ, അപേക്ഷയോടുകൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവിൽ ജാഗരിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ, തുടർമാന ദിവസങ്ങളിൽ ദൈവഭക്തിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വെറുതെ അയക്കത്തില്ല. ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുമ്പ് മഹാപ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുമെന്നുള്ളത് ഹല്ലേലൂയ ഒന്ന് മനസ്സിലായിക്കൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക.
കേൾക്കാം. ഇന്നത്തെ ഈ സ്ഥിതി മാറാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുതൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. എനിക്ക് ശേഷം സംസാരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരിൽ കൂടെ വളരെ ശക്തമായ ദൂതുകൾ അനേക ജീവിതങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ, അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, അനേക ദൈവമക്കൾക്ക് ഉണർവ് പകരുവാൻ ഇന്ന് വൽക്കാലം അതിനായി നാം ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നാം താണിരുന്നാൽ മതി. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാ. ഇന്ന് വൽക്കാലം സൈന്യവും ശക്തിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കും. ആദ്യമകാലത്ത് ദൈവസഭയിൽ നടന്ന ആ മഹാ അത്ഭുതങ്ങൾ ഇന്ന് വൽക്കാലം ഇവിടെ വെളിപ്പെടുമെന്ന് വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. സ്തോത്രം. ദൈവം മഹാത്ഭുതങ്ങൾ ആശയ്ക്ക് ചെയ്തു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എതിരുകൾ ഉണ്ടാകും. എതിരുകൾ ഉണ്ടാവും. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ആസ തുടർമാനം തൻ്റെ 36-ാം ആണ്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ താൻ ആരാം രാജാവിൽ ആശ്രയിച്ചതായിട്ട് കാണുന്നു. 35 വർഷം വരെ ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ച വ്യക്തി 36-ാമത്തെ തൻ്റെ വാഴ്ചയുടെ 36-ാമത്തെ ആണ്ടിന് ശേഷം ദൈവസേനയിൽ നിന്ന് പിന്മാറിപ്പോകുന്നതായിട്ട് കാണും. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ സ്തോത്രം, നാം പ്രാപിച്ച അഭിഷേകം, നാം പ്രാപിച്ച ദൈവശക്തി, ഹല്ലേലൂയ, നാം അതിൽ നിന്ന് പിന്നോട്ട് പോകുവാനിട വരാതെ ആദ്യം ആ കാലഘട്ടത്തിൽ നാം പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തി, സ്തോത്രം, ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് നീങ്ങുവാൻ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടി, നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കി, എല്ലാറ്റിനും മീരെ ദുഷ്ടന്റെ തീയമ്പുകളെ എതിർപ്പാൻ തക്ക വിശ്വാസം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളുമേന്തി ഈ ദിവസങ്ങളിൽ ശക്തിയോട് മുമ്പോട്ട് പോകുവാൻ നാം ഹല്ലേലൂയ തീരുമാനിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ അവൻ മറുപടി നൽകുന്ന ദൈവമാ. ഒരന്ധകാര ശക്തിക്ക് നമ്മെ തൊടുവാൻ കഴിയാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദുഷ്ടാത്മ ശക്തിക്കും നമ്മെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നാം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ ഇവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് പൗലോസ് ഓർപ്പിക്കുന്നത്. ദൈവമക്കളെ, പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് പോകത്തില്ല. മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും പ്രാർത്ഥനയില്ലെങ്കിൽ, ആത്മബലമില്ലെങ്കിൽ, ആത്മാവിൽ ജാഗരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകാനിടയായിത്തീരും. ഈ നാളുകളിൽ 2026 നാം പുറകോട്ട് പോകുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, ആത്മാവിൽ ഉണർന്ന് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരയിൽ നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയത്ത് തന്നെ വെളിപ്പെടുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകും. അതിനായി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.